ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്യൂറേറ്റഡ് വേൾഡ്. ഞാൻ അന്ന. ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോസിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് സൽവാർസ് ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡിമാൻഡായിരുന്നു. നമ്മൾ 3 ഷെയ്ഡ്സ് ആണ് ഇതിൽ മുന്നേ കൊണ്ടുവന്നിരുന്നത്. അത് 3ഉം സോൾഡ് ഔട്ട് ആയി. അപ്പോൾ നമ്മൾ വേറെ ഷെയ്ഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത്. നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത്. ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ ഇതുപോലെ സിക്സാഗ് ലൈൻസ് പോലെ സെൽഫ് പ്രിന്റ്സ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ ലെങ്ത് മാക്സിമം നമുക്കൊരു 50 ഇഞ്ച് വരെ കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ സെയിം പീച്ച് ഷെയ്ഡ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ദുപ്പട്ടയുടെ ഡിസൈൻ നല്ല വ്യത്യാസമുണ്ട്. എക്സാക്ട് സെയിം നമുക്ക് കിട്ടിയില്ല. അത് റീസ്റ്റോക്ക് ആയിട്ടാണ്. എക്സാക്ട് സെയിം അവൈലബിൾ ആയിരുന്നില്ല. ദുപ്പട്ട വരുന്നത് ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ ഇതുപോലെ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ്സ് ആണ് വരുന്നത്. ത്രൂ ഔട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റ്. പീച്ച് ഷെയ്ഡാണ് ഇതിൽ സെൻറ്റേഴ്സിൽ വരുന്നത്. സൈഡിലേക്ക് ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് പോകുന്നത്. സൈഡ്സിൽ ഇതുപോലെ ഗോൾഡൻ സെറി ബോർഡേഴ്സും വരുന്നുണ്ട്. അടിയിൽ ടാസൽസും കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും വിടുത്തുള്ള ദുപ്പട്ടയാണ്. ബോട്ടം പീസ് വരുന്നത് കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ പീച്ച് ഷെയ്ഡിൽ തന്നെ. അതിൻ്റെ പ്രൈസ് വരുന്നത് 1950. ഇതാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന സെയിം പാസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. നല്ലൊരു പാസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ സെൽഫ് പ്രിന്റ്സ് ആണ് വരുന്നത്. ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക് തന്നെയാണ്. ലെങ്ത് മാക്സിമം 50 ഇഞ്ച് വരെ കിട്ടും. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ ഇതുപോലെ പാസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ദുപ്പട്ടയും വരുന്നത്. അടിയിലേക്ക് ഒരു ഡയഗണൽ ഷേപ്പിൽ ഇതുപോലെ ലാവൻഡർ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതുപോലെ ഫ്രണ്ടിലും 2 സൈഡിലും ഇതുപോലെ ലാവൻഡർ ഷെയ്ഡും വരുന്നുണ്ട്. ബോർഡേഴ്സിൽ ഇതുപോലെ ഗോൾഡൻ സെറി ബോർഡേഴ്സ് ആണ് വരുന്നത്. അടിയിൽ ബാവഞ്ചി ബോർഡറും വരുന്നുണ്ട്. ടാസൽസും കൊടുത്തിട്ടുണ്ട്. വളരെ പ്രിറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ സ്റ്റെയിൻ ഗ്രീൻ ഷെയ്ഡിൽ. പ്രൈസ് വരുന്നത് 1950. ഇതാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത്. പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ്. വളരെ റെയർ ആയിട്ടുള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഇതുപോലെ സെൽഫ് ആയിട്ടുള്ള പ്രിന്റ്സും വരുന്നുണ്ട്. മാക്സിമം ഒരു 50 ഇഞ്ച് വരെ ലെങ്ത് കിട്ടും. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത്. ബോർഡേഴ്സിൽ ഇതുപോലെ ഗോൾഡൻ സെറി ബോർഡേഴ്സ് വരുന്നുണ്ട്. അടിയിൽ ബാവഞ്ചി ബോർഡറും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രിന്റ്സ് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ്. ബാക്കിയുള്ള സെറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിന് വരുന്നത്. നല്ല ലെങ്ത്തും വിടുത്തുള്ള ദുപ്പട്ടയാണ്. ഇതാണ് ഇതിൻ്റെ ബോട്ടം പീസ്. സെയിം ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ തന്നെ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ബോട്ടം വരുന്നത്. പ്രൈസ് വരുന്നത് 1950. ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ ഇതുപോലെ റൗണ്ടിലുള്ള സെൽഫായിട്ടുള്ള പ്രിന്റ്സ് വരുന്നുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്. 50 ഇഞ്ച് വരെ ലെങ്ത് കിട്ടും. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത്. ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൽ ഇതുപോലെ ഒരു ചിക്കു ഷെയ്ഡിലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. ത്രൂ ഔട്ട് ഇതുപോലെ ഡിജിറ്റൽ ഫ്ലോറൽ പ്രിന്റ്സ് വരുന്നുണ്ട്. സൈഡ്സിൽ ഇതുപോലെ ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട്. അടിയിലേക്ക് ബാവഞ്ചി ബോർഡറും വരുന്നുണ്ട്. ടാസൽസും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ദുപ്പട്ട. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം വയലറ്റ് ഷെയ്ഡിൽ തന്നെ കോട്ടൺ സിൽക്ക് മെറ്റീരിയലിലാണ്. പ്രൈസ് വരുന്നത് 1950. ഇന്ന് കണ്ട സെറ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താലും മതി. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
സബ്സ്ക്രൈബിൻ്റെ സൈഡിലായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കളക്ഷൻസ് ആണ് ഇനി കൊണ്ടുവരേണ്ടത് എന്നുള്ള സജഷൻസ് നിങ്ങൾക്ക് കമൻസിൽ എഴുതാം. താങ്ക് യു.